സാധനം. ഒരു ഫിഷിംഗ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പായിരുന്നു നമ്മൾ ആ പെരുന്നാൾ അവധിക്ക്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ തകർത്തു. നല്ല 1-2 ക്യാച്ചുണ്ട്, പിന്നെ അത് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യണം. Okay. ഇതുപിടി സാധനം. ഇതിൻ്റെ അത് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് കളയാ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഡ്രൈവ് ഇരിക്കുകയാണ്. നിൽക്കണില്ലേ?
വെച്ചാൽ ഈ കിട്ടിയ ബ്രീമിനെ നമ്മൾ കറിയും ഫ്രൈയും ആക്കാൻ പോകണം. ഓക്കെ, ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ ചെയ്യാനായിട്ട് ചട്ടി സാധനങ്ങളും കത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങണം. കടലുള്ളത്തിൽ ആദ്യം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ലോണം അതിൻ്റെ ഇത് ഇടും. വലിച്ച് നടക്കുക. ഇവിടെ വെച്ചല്ല ആ കത്തി മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ പാറയിൽ പോയിട്ടുണ്ടോ ക്ലീൻ ചെയ്യാൻ പോണത് പാറ. ആ കവറുണ്ട് തുറച്ച് ചേട്ടാ, കൈ കയറില്ല തുറച്ച് കൊടുക്കും. ഇതിൻ്റെ നൈസ് പരിപാടി. കടൽക്കാരൊന്നും സൈറ്റിലില്ല. ചേട്ടാ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങണ്ട. ഒരാഴ്ചയായിട്ട് തുടങ്ങി നമ്മൾ ക്രീം ഉണ്ടാ നമ്മൾ ഇതാണല്ലേ ചെതമ്പലുകളാണ്. കത്തിയില്ലേ രക്ഷയില്ലട്ടാ, ഒരു കത്തിയാണ്. സൂപ്പറല്ലേ ഈ വെള്ളമൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ ഏകദേശം കട്ടിങ് കഴിയാറായി. ഞാൻ കട്ടി പറ്റില്ലെങ്കിൽ ഇവിടെ വേറെ പരിചയക്കുറപ്പില് തന്നെ കട്ടിയ നമ്മൾ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ നോക്കാൻ വേണ്ടി രണ്ടാൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മീൻ കട്ട് ചെയ്യണം കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനൊക്കെ ചെയ്ത് കഴുകി കടലോടത്തിനെ കഴുകി നമ്മൾ നല്ലോണത്തിൽ കഴുകുമ്പോൾ കേട്ടോ പോകണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്യലാണ്. കിച്ചൺ സെറ്റ് ചെയ്യാനായിട്ട് കോൾ ബോക്സ് വെച്ച് ഇവിടെ ഒരു തെർമോ ഒരു ബോർഡ് വെച്ച് സ്റ്റവ് ഉണ്ട്. എന്താ നമ്മൾ 2 സ്റ്റവ് ഉണ്ട്. ഈ 2 മൂന്ന് വയ്ക്കും. നല്ല അത്യാവശ്യം നല്ല കാറ്റുള്ളതിൻ്റെ പേരിൽ നേരെ ഇട്ട് വയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. ഒരാൾ എല്ലാവർക്കും നല്ല രസമുണ്ട് കേട്ടോ, അത്യാവശ്യം അടിപൊളി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കാം കേട്ടോ.
മീനൊക്കെ സെറ്റായി, എല്ലാ മസാലയൊക്കെ സെറ്റായിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഐഡിയ പ്രയോഗിച്ചാണ് കാറ്റ് വരാണ്ടിരിക്കാനായിട്ട്. കാറ്റൊന്നും സ്റ്റൗ കത്തൂല്ല. ഓക്കെ, ഫുള്ളും ചെയ്യണം. ഫ്രൈക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. കാറ്റ് നല്ല സീൻ കാറ്റായിരുന്നു, എന്താവുമെന്ന് അറിയില്ല. കറിക്കുള്ള സെറ്റപ്പ് കാര്യമുണ്ട്. രണ്ട് വർഷം പാക്കാറുണ്ട്. ഇതായിരിക്കുന്നുണ്ട്. ഓക്കെ, വെള്ളം പരിപാടി, കടൽ, ബീച്ച്, നമ്മൾ ഫ്രൈ ഇങ്ങനെ മുരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സെൻറ്ററിൽ മറ്റേ കാറ്റ് കൂടുതലുള്ളതായിരുന്നേ, സെൻറ്ററിൽ മാത്രം അങ്ങോട്ട് എന്താ നമ്മൾ സെറ്റാവുന്നുള്ളൂ. പുറത്തുള്ള കഴിഞ്ഞ് മറച്ചിട്ട് പോലും ഇല്ല. സെൻറ്ററിലിപ്പോൾ അങ്ങനെ തീരുമാനമായിരുന്നു. സെറ്റാക്കിയൊന്നുമില്ല, കുറേ പൊടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ കറി വയ്ക്കാൻ. ഹോട്ടലിൽ സെറ്റായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതാ ഇഷ്ടമാണെങ്കിലൊന്നും ടേസ്റ്റ് ചെയ്ത് കേട്ടാ. വീണ്ടും പുറത്ത് വീണ്ടും പുറത്ത് നോക്കിയെന്നാ ഓക്കെ കുഴപ്പമില്ല. ഞാൻ നോക്കാം വെറുതെ. കിട്ടാത്ത മാസ്മരി കിട്ടാം. ഫ്രൈ ഒക്കെ സെറ്റായിട്ടാണ് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ വല്ലാണ്ട് ട്രൈ ആക്കില്ല, അത് പിന്നെ ചോറിനോട് കഴിക്കാനുള്ളതല്ലേ. നമ്മുടെ ചോറ് ഏതായാലും തീരുമാനമായി. 1 ഗ്ലാസ് 1.5 ഗ്ലാസ് അരി ഇന്നോട് തന്നെ കൊണ്ട് 2.5 ഗ്ലാസ് അരി എടുപ്പിച്ചിട്ട് മനുഷ്യനോടൊക്കെ നോക്കിയാൽ 50 വയസ്സായി. അപ്പം നമ്മൾ മീൻകറിയുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ ജസ്റ്റ് സവാളയും ഇഞ്ചി പച്ചമുളക് തുള്ളി വേപ്പിലിട്ടില്ല, പച്ചമുളക് ഇട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് നമ്മളെ കുടംപുളി അങ്ങോട്ട് സെറ്റായിട്ട് വേണം അങ്ങോട്ട് ബാക്കിയുള്ള തളിക്കാൻ. ചെറിയൊരു നൈസ് പണി ഇട്ടിട്ടാണ് നമ്മൾ ചീനച്ചട്ടിയില്ലേ മീൻ കറി വെക്കാനായിട്ട് കൊണ്ടുവന്ന ചീനച്ചട്ടിയാണ്. അതിന് സൈസ് കുറച്ച് ചെറുതായിപ്പോയി. ചെറുതായതല്ല, ഞങ്ങൾ വലിയ മീൻ കിട്ടിയതിൻ്റെ പേരിൽ ചട്ടി ചെറുതായിപ്പോയി. ഈ കഷ്ണങ്ങളൊക്കെ ഇടണം. ചിലരെ 2 ഭാഗം ഇട്ടപ്പോൾ തന്നെ ഇത്രയായി. വെറൈറ്റി ആയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയ മസാല ഒക്കെ ബാക്കിയിട്ട് കളയാൻ പറ്റില്ല. ഒന്നാനങ്ങോട്ട് തേച്ച് കൊടുക്കാം ഇടുവായിട്ട്. ഓക്കെ, ബാക്കി ഇവിടെ വെച്ചു കൊടുക്കാം. സമയം കുറച്ച് പിടിക്കട്ടെ ഇത് സെറ്റ് ആവണമെങ്കിൽ. ഒരു വേണ്ടിയിട്ടാണ് മീൻ കറി ഉടമനായി വറുത്തത് മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും തരണം. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും തരണം. പിന്നെ നമ്മൾ ഒരു പെരുന്നാൾ അവധി വെക്കേഷനാണ് നമ്മൾ പോയത്. ഒരു 2.5 ദിവസത്തെ ട്രിപ്പായിരുന്നു. പോയ സ്ഥലം റാസൽ മന്ത്രക്ക ബീച്ച്. അപ്പോൾ അവിടെ വെതറൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. മീൻസ് ഭയങ്കര കാറ്റ് കൂടുതലായിരുന്നു, അതുപോലെ തന്നെ വേവ്സും കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഫിഷിങ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പായിരുന്നു പോയത്. അല്ലെങ്കിൽ ചിലട്ടില്ലെങ്കിൽ അവിടെ വരെ പോയിട്ട് മീൻ കിട്ടില്ലെങ്കിൽ നമുക്ക് ആകെ എല്ലാവർക്കും വിഷമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയത്. ഞാൻ ഹരീഷ് ഞാനുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സഞ്ജയ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ രാകേഷ് മഞ്ഞുമല ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരായിരുന്നു ട്രിപ്പിന് പോയത്.